റീലുകളുടെ ലോകത്ത് മരണം പോലും മോണിറ്റൈസിംഗ് കണ്ടന്റായി മാറുന്നിടത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. സ്വകാര്യതയ്ക്ക് പുല്ലുവില കൽപ്പിക്കപ്പെടുന്ന ഈ ലോകത്ത് ഉറ്റവരുടെ മരണങ്ങൾ പോലും വെറും റീലുകളായി മാറുന്ന കാഴ്ച കാണേണ്ടി വരികയാണ് പ്രശസ്തരുടെ കുടുംബങ്ങൾക്ക്. പ്രശസ്തി തങ്ങൾക്ക് മുന്നിൽ പടുത്തുയർത്തി നിൽക്കുന്ന സങ്കടം അതിലാവുകയാണ് ഈ അവസ്ഥ. ജനപ്രിയനായ സലിംകുമാറിന്റെ മരണം ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുക്കാൻ വെമ്പിയ മനുഷ്യരുടെ ഏറ്റവും നീചമായ മാനസികാവസ്ഥയാണ് വെളിവാക്കിയത്. ഒരു മനുഷ്യന്റെ മരണം പോലും സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയുള്ള ക്യാമറ ക്ലിക്കുകളാക്കി മാറ്റാനുള്ള നീചമായ മാനസിക വൈകല്യമായി മാറിയിരിക്കുന്നു. മരണപ്പെട്ട പിതാവിന്റെ ചേതനയേറ്റ ശരീരത്തിനരികിൽ നിന്ന് വിതുമ്പുന്നതിനിടയിലും സലിംകുമാറിന്റെ മകൻ ചന്തുവിന് ക്യാമറയുടെ പിന്നിൽ അശ്ലീലം ചമയ്ക്കുന്നവരുടെ നേർക്ക് രോഷം കൊള്ളാൻ പ്രേരിപ്പിച്ചവർ എന്ത് തരം മനുഷ്യരാണ്? സ്വകാര്യത എന്നത് തുടച്ചു മാറ്റപ്പെട്ട അവസ്ഥയാണ് നാം കണ്ടത്. സ്വകാര്യതയെ ബഹുമാനിക്കാൻ മലയാളി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയല്ലായിരുന്നു മലയാളികൾ. ഔചിത്യബോധം ഭൂഷണമായിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാളിക്ക്. സമൂഹ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റവും അവ ആവേശത്തോടെ വെച്ചു നീട്ടുന്ന പണക്കിഴികളും മലയാളിയുടെ ഔചിത്യബോധം പമ്പ കടത്തിയിരിക്കുന്നു. ഒരിത്തിരി പ്രശസ്തിക്കും പണത്തിനും വേണ്ടി ഒരാളുടെ സ്വകാര്യതയിലേക്ക് മൊബൈൽ ഫോൺ ക്യാമറകൾ നീട്ടി ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിക്കുന്ന സമൂഹമായി മാറിയിരിക്കുന്നു നമ്മൾ. ഒരു സെലിബ്രിറ്റിയുടെ മരണമുണ്ടാകുമ്പോൾ ഈ ഔചിത്യബോധം ലവലേശമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മരണപ്പെട്ടു കിടക്കുന്നയാളിന്റെ ബന്ധുമിത്രാദികളുടെ ദുഃഖവും സ്വകാര്യതയും മാനിക്കേണ്ടതുണ്ടെന്ന ആദ്യ പാഠം വീണ്ടും പഠിക്കേണ്ട സമയമായിരിക്കുന്നു. സലിംകുമാറിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി VD സതീശന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരെ ഔചിത്യം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്ന നിലയിൽ എത്തി നിൽക്കുന്നു. മുഖ്യമന്ത്രി മരണ വീട്ടിലാണെന്ന സാമാന്യ ബോധം പോലുമില്ലാതെ അദ്ദേഹത്തെ ഷാൾ അണിയിച്ചു സ്വീകരിക്കാനും സെൽഫി എടുക്കാനും പോലും ചിലർ മുതിരുന്ന കാഴ്ചകൾ നാം കണ്ടു. സലിംകുമാറിന്റെ സഹപ്രവർത്തകരായ ചലച്ചിത്ര താരങ്ങൾ എത്തുമ്പോൾ അതൊരു മരണ വീടാണെന്ന ബോധം ലവലേശമില്ലാതെ അവർക്കൊപ്പം ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെയും നമ്മൾ കണ്ടു. സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്യാമറ ക്ലിക്കുകളാണ് ഇവയെല്ലാമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എന്നിട്ടും അനൗചിത്യത്തിന്റെ പുത്തൻ തലങ്ങൾ താണ്ടി വീണ്ടും വീണ്ടും ക്യാമറകൾ പ്രവർത്തിപ്പിച്ചു അവർ. മരണപ്പെട്ട പിതാവിന്റെ അരികിൽ സങ്കടം താങ്ങാനാവാതെ നിന്ന മകനെ കൊണ്ടുപോലും മാറൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് രോഷം കൊള്ളിക്കാൻ പോലും അവർ മുതിർന്നു. ആ കുടുംബത്തിന്റെ സ്വകാര്യത, അവിടെ ദുഃഖം പങ്കിടാൻ എത്തിയവരുടെ സ്വകാര്യത എന്നിവയൊന്നും മാനിക്കാൻ തയ്യാറാവാത്ത ഇത്തരം ക്യാമറക്കാരാണ് ഇന്ന് മലയാളത്തിന്റെ ശാപം. അവരെ ഒഴിച്ചു നിർത്തേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറുകയാണ്.